പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവരും ക്ഷേമത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് മർക്കോസ് 16-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. മാർക്ക് ചാപ്റ്റർ 16 വേഴ്സസ് 15 and 16. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. പ്രൈസ് ദി ലോർഡ്. പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട് അല്ലേ? ഇത് കേട്ടപ്പോൾ എന്ത് തോന്നി? ഇതുപോലെ അനുസരിച്ചിട്ടുള്ളതാണെങ്കിൽ നോ വറീസ്, യു ആർ ഇൻ ഗുഡ് കമ്പനി. ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു കോമൺ ഫോബിയായ അല്ലേ? ഓക്കെ, ചിലരൊക്കെ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടാറുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ യേശു കർത്താവിനെ വിശ്വസിക്കുന്നു, യേശു കർത്താവിനെ ഫോളോ ചെയ്യുന്നു. നീ അത് പറയാനും അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രീച്ച് ചെയ്യാനും ഒക്കെ ദൈവം നിന്നെ കണ്ടിരിക്കുക. നിനക്കതിന് ഭയമാണോ? യേശു ഈ കാര്യം ചെയ്യേണ്ടത് ചില സ്പെഷ്യൽ ആൾക്കാർ, നല്ല സ്പീക്കിംഗ് സ്കിൽസ് ഉള്ള ആൾക്കാർ ചെയ്യണമെന്നല്ല. ഈ പ്രീച്ച് അല്ലെ പ്രസംഗിക്കുക എന്നുള്ള വാക്കുണ്ടല്ലോ, അത് അതിൻ്റെ സിമ്പിൾ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്പീക്ക് ഓർ ഷെയർ ഓപ്പൺലി എന്ന്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ബി വില്ലിങ് ടു പാസ് ഓൺ ജീസസ് ലവ് ടു അൺഎക്സ്പെക്റ്റഡ് പീപ്പിൾ. അത് നിൻ്റെ ഫ്രണ്ടാകാം, ലഞ്ച് ടൈമിൽ നീ കാണുന്നത്, അല്ലെങ്കിൽ നീ ഏതെങ്കിലും ഒരു പ്രാക്ടീസിന് പോകുമ്പോൾ നീ കാണുന്ന ടീംമേറ്റ് ആയിരിക്കാം. നീ ഒരു പബ്ലിക് സ്പീക്കറോ ഒരു പാസ്റ്ററോ ആയിരിക്കണമെന്നില്ല. നിനക്ക് ചിലപ്പോൾ സ്കേർഡായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, വെൻ യു ആർ വില്ലിങ് ടു ഷെയർ, ഗോഡ് പ്രോമിസസ് ടു ഗീവ് യു ദ വേർഡ്സ് ടു സ്പീക്ക്. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 8 and 9. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഹോണസ്റ്റായിട്ട് ഉള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ചില സമയത്ത് നമ്മൾ ചിലരെയൊക്കെ ഇഗ്നോർ ചെയ്തിട്ടില്ലേ? ചിലപ്പം ഇൻറ്റൻഷനലായിട്ടായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. നമ്മളിന്ന് വ്യത്യസ്തരായിട്ടുള്ളവരെ അല്ലെങ്കിൽ വേറൊരു സർക്കിളിൽ മൂവ് ചെയ്തവരെ നമ്മൾ ഈസി ആയിട്ട് വളരെ കൂളായിട്ട് ഒഴിവാക്കി കളയും അല്ലേ? പക്ഷെ ദൈവം അങ്ങനല്ല നമ്മെ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ആ യേശുവിൻ്റെ ജനനത്തിൻ്റെ ആ ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാൻ യേശു ആരെയാണ് ആദ്യം അസൈൻ ചെയ്തത്? ഞാൻ വായിച്ച വാക്യത്തിൽ പറയുന്നു, ഇടയന്മാർ, ലോലി ഷെപ്പേർഡ്സ്. പ്രൈസ് ഗോഡ്. അവരെ ദൈവം തള്ളിക്കളഞ്ഞില്ല. യേശു കർത്താവ് ജനിച്ചു എന്നുള്ള ന്യൂസ് യേശു കർത്താവ് അവരെ അറിയിച്ചത്. ആർക്ക് ലിസൺ ചെയ്യുവാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ അത് കേൾക്കാം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിന്നെ ചിലർ ഓവർലുക്ക് ചെയ്യുമെന്ന് ഉള്ള ഫീലിംഗ് നിനക്കുണ്ടെങ്കിൽ നീ ആ ഷെപ്പേർഡ്സിനെ പോലെ ആയിത്തീരെ. ദൈവം നിന്നെയും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവം ഒരിക്കലും നിന്നെ ഇൻസിഗ്നിഫിക്കൻ്റായിട്ട് കാണുന്നില്ല. ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ന്യൂസ് അവൻ നിനക്ക് തന്നിരിക്കുന്നത്. അതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്
നിന്നെ ഏൽപ്പിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ 9-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ നോക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കാണുന്നുണ്ട് അതിനകത്ത്. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മെക്കദോന്യക്കാരനായ ഒരു പുരുഷനരികെ നിന്ന്, നീ മെക്കദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മെക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമൊത്രക്കയിലേക്കും പിറ്റേന്നാൾ നവപുലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മെക്കദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതും ആകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. സബത്ത് ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. ത്വയതൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു. ദൈവമക്കളെ, ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ലുദിയയുടെ ഹൃദയത്തെ ദൈവം തുറന്നത്. ഫാമിലീസൊക്കെ നമ്മുടെ ഒരു ബെസ്റ്റ് സപ്പോർട്ട് സിസ്റ്റമാണ് കേട്ടോ. പ്രൈസ് ഗോഡ്. ഇവിടെ ലുദിയയുടെ, അല്ലെങ്കിൽ നമ്മൾ ലിഡിയ എന്ന് പറയും, അവളെക്കുറിച്ച് ഒത്തിരി കാര്യമൊന്നും പറയത്തില്ല. പക്ഷേ യേശുവിനെക്കുറിച്ചുള്ള ഗുഡ് ന്യൂസ് പൗലോസ് പ്രസംഗിച്ചപ്പോൾ ആ കുടുംബം മുഴുവൻ ചേഞ്ച് ചെയ്തു. അപ്പോസ്തലനായ പൗലോസാണ് യേശുവിനെക്കുറിച്ചുള്ള ഗുഡ് ന്യൂസ് ഷെയർ ചെയ്തത്. അതവളെ വളരെയധികം മൂവ് ചെയ്യിച്ചു. അവളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ഈ ലുദിയയെ പോലെ നമ്മുടെ യേശു കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചവരാ. ആ ദൈവത്തിൻ്റെ സ്നേഹം നിൻ്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്തു. ഇവൾ മുഖേനയാണ് യൂറോപ്പിലേക്ക് സുവിശേഷം ആദ്യമായിട്ട് എത്തിയത്. കുഞ്ഞെ, നിനക്ക് അതുപോലെ ഒരു ആഗ്രഹമുണ്ടോ? ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് പാപവും രോഗവും ശാപവും എല്ലാം നീക്കത്തക്കവണ്ണം അവൻ കാൽവറി യാഗം ഏറ്റു. ആ കാൽവറി യാഗത്തിൻ്റെ വില നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നീ അത് മറ്റുള്ളവരോട് പറയുന്നുണ്ടോ? 1 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃക ആയിരിക്കുക. പ്രൈസ് ലോർഡ്. ഞാൻ പറയട്ടെ, നിനക്കൊരു സൂപ്പർ ഹീറോ ആകുവാൻ, അല്ലെങ്കിൽ ഒരു ആസ്ട്രോനോട്ട് ആകുവാൻ ചെറിയ പിള്ളേരോടൊക്കെ ചോദിക്കുമ്പോൾ എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നല്ലോ അല്ലേ? ആരൊക്കെ ആകണമെന്നായിരുന്നു ആഗ്രഹങ്ങൾ. എന്നാൽ വളർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ നിൻ്റെ ആഗ്രഹം എന്തുവാ? ഏത് സംഗതിയിൽ ട്രെയിനിങ് എടുക്കുവാനാണ് നീ ആഗ്രഹിക്കുന്നത്? എന്നാൽ ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ കാര്യം നാം നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ അറിയുന്നതാണ്. യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ നിനക്ക് ഒരു ന്യൂ ലൈഫ് ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ ജീവിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരു എക്സാമ്പിളായിട്ട് നിനക്ക് ബിഹേവ് ചെയ്യാനും, നിന്നെ ഫോളോ ചെയ്താൽ യേശുവിനെ ഫോളോ ചെയ്യുന്ന പോലുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കത്തക്കവണ്ണം നിൻ്റെ ജീവിതം ഒരു മാതൃകയുള്ള ജീവിതമായി അവരുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ശോഭിക്കുവാൻ ഇടയാകുമോ? ഡു യു വോണ്ട് ടു നോ എ ഗുഡ് പ്ലേസ് ടു സ്റ്റാർട്ട്? Be an example to anyone around you by living a life that looks like Jesus. Hallelujah. Act of kindness, treating people with love. ഇതെല്ലാം യേശു കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. യേശു കർത്താവിനെ നാം ഒന്നുകൂടി അടുത്തെറിയുമ്പോൾ, ഒന്നുകൂടി ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് യേശുവിനെ പോലെ ആകുവാനുള്ളൊരു വലിയ ആഗ്രഹം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉദിക്കട്ടെ.
കർത്താവ് അതിനെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, യേശുവിനെ പോലെ ആകുവാൻ, യേശുവിൻ്റെ വാക്ക് കാക്കുവാൻ, യേശുവിനെ പോലെ ജീവിപ്പാൻ എല്ലാം ആവശ്യമാകുന്ന കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ ഉത്സാഹം ധരിച്ചുകൊണ്ട് ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.